ബേത്ലഹേം മിനിസ്ട്രീസിൻ്റെ ജീവൻ്റെ അപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. സുപ്രസിദ്ധ വേദാധ്യാപകനും കൺവെൻഷൻ പ്രഭാഷകനുമായ പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ് ഇപ്പോൾ നിങ്ങളോട് ദൈവദിനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതാണ്. ഈ പ്രോഗ്രാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. കൃപയുടെ സുവിശേഷത്തിലെ അപകടത്തെക്കുറിച്ചാണ്. കേരളത്തിൽ ഇന്ന് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസ് പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരുപദേശമാണ് കൃപയുടെ സുവിശേഷം എന്ന പേരിൽ നമ്മുടെ ചില സഹോദരന്മാർ പ്രചരിപ്പിക്കുന്ന വേറൊരു സുവിശേഷം. ആരെയും വ്യക്തിപരമായി പേര് പറഞ്ഞ് ആക്ഷേപിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന ഉപദേശത്തെ ഖണ്ഡിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കൃപയുടെ സുവിശേഷം എന്ന സുവിശേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ സിംഗപ്പൂരിലുള്ള ന്യൂ ക്രിയേഷൻ ചർച്ചിൻ്റെ സ്ഥാപകനായ ജോസഫ് പ്രിൻസിൻ്റെ ഉപദേശങ്ങളാണ് അവരുടെ മാർഗരേഖയായി ഉപയോഗിക്കുന്നത്. അഥവാ ഈ കൃപയുടെ സുവിശേഷം എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്ന സുവിശേഷത്തിൻ്റെ വക്താവ് ജോസഫ് പ്രിൻസാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാണോ ഇവിടെയുള്ള ആളുകൾ ഈ ഉപദേശം പ്രചരിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ഉപദേശം തന്നെ കേരളത്തിൽ ചില സഹോദരന്മാർ ചില നാളുകളായി പ്രചരിപ്പിക്കുകയും ഒരുപാട് ആളുകൾ ഈ ദുരുപദേശം കേട്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ച് വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്നതിലുള്ള സങ്കടം കൊണ്ടാണ് ഈ പ്രസംഗം ഞാൻ ചെയ്യുന്നത്. എല്ലാ കാലത്തും ദുരുപദേശങ്ങൾ ദൈവസഭയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ദുരുപദേശങ്ങൾ പ്രചരിച്ചു തുടങ്ങി ഇന്നോ ഇന്നലെയൊന്നുമല്ല. അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ സഭയിൽ ദുരുപദേശങ്ങൾ നിഴലിട്ട് തുടങ്ങിയിരുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ നിന്ന് യാത്രയാകുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം അവരോട് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ചില ആളുകൾ ചോദിക്കും, നമ്മൾ ഉപദേശ വിഷയത്തിലൊക്കെ എന്തിനാ കർക്കശം പറയുന്നതെന്ന്. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള സഹോദരന്മാരോട് പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ പോയ ശേഷം വിപരീത ഉപദേശങ്ങൾ പ്രസ്താവിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ഇടയിൽ കടക്കും. അവരെക്കുറിച്ചുള്ള ശക്തമായ താക്കീത് പൗലോസ് അവിടെ നൽകുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന വാചകം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ പറയുന്നത്, ഞാൻ പോയ ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം ദുരുപദേഷ്ടാക്കന്മാരെ സഭയിൽ കടക്കാൻ ഞാൻ അനുവദിക്കുകയില്ലെന്നാണ് പൗലോസ് പറഞ്ഞത്. അഥവാ നമ്മൾ ഉപദേശത്തിൻ്റെ കാവൽ ഭടന്മാർ കൂടെയാണെന്നാണ് പൗലോസ് നമ്മളെ മനസ്സിലാക്കുന്നത്. അതാ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോയ ശേഷം ദുരുപദേശക്കാർ കടക്കും. അഥവാ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഒരൊറ്റ ദുരുപദേശക്കാരനും സഭയ്ക്കകത്ത് കടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ശുശ്രൂഷകന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദുരുപദേശങ്ങൾ പരക്കുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കരുത്. നിങ്ങളെ ദൈവം ആ സ്ഥാനത്താക്കി വച്ചിരിക്കുന്നത് ഉപദേശത്തിൻ്റെ കാവൽ ഭടന്മാരായിട്ടാണ്. വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവരെ തിരിച്ചറിയുകയും അത് ഖണ്ഡിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. യൂദയുടെ ലേഖനം 3-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശുദ്ധന്മാർക്കൊരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി.
യൂദാ ലേഖനം എഴുതാൻ തുടങ്ങുമ്പോൾ പറയുന്ന വാചകം, പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഒരു ലേഖനം എഴുതാൻ ഞാൻ സകല പ്രയത്നവും ചെയ്തുവെന്നാണ്. അഥവാ അദ്ദേഹം ലേഖനം എഴുതാൻ തുടങ്ങിയത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചാണ്. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, അതിനേക്കാൾ ആവശ്യമുള്ള വേറൊരു വിഷയമുണ്ട്. രക്ഷയെക്കുറിച്ച് പിന്നീട് എഴുതാം, പക്ഷെ എന്നാൽ അടിയന്തരമായി സഭയെ അറിയിക്കേണ്ട വേറൊരു ദൂതുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി നിങ്ങൾ പോരാടണം. അഥവാ ദുരുപദേശത്തെ സഹിക്കണമെന്നല്ല യൂദാ പറഞ്ഞത്, അത് പൊറുപ്പിക്കണമെന്നല്ല പറഞ്ഞത്, പോരാടണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ പൊരുതണം, നിങ്ങളതിനെ എതിർക്കണം. നമ്മുടെ ഉപദേശം എന്തെന്ന് നമ്മൾ സമർത്ഥിക്കണം, അത് സംരക്ഷിക്കുകയും ചെയ്യുവാൻ നമുക്ക് കടപ്പാടുണ്ട്. യൂദാ പറയുന്നത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസമാണ്. അഥവാ വേദപുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ നമുക്കാവശ്യമുള്ള ഉപദേശങ്ങളെല്ലാം എഴുതി തന്നു കഴിഞ്ഞു. ഇനി ഒരു പുതിയ വെളിപ്പാടിൻ്റെ ആവശ്യം ഇല്ല എന്നർത്ഥം. ഒരിക്കലായി ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ ദുരുപദേഷ്ടക്കാന്മാരെല്ലാം ആളുകളെ വഞ്ചിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദം ഇതാണ്, ദൈവം എനിക്ക് തന്ന പുതിയ വെളിപ്പാട്. ആർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു വെളിപ്പാട് ഇവർക്ക് കിട്ടിയെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയേണ്ട മറുപടി ഇതാണ്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, അത് 66 പുസ്തകത്തിൽ എഴുതി രേഖയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഉപദേശം എന്ന വണ്ണം യാതൊരു പുതിയ വെളിപ്പാടിൻ്റെയും ആവശ്യം ഇവിടെ ഇല്ല. അങ്ങനെ എനിക്കൊരു വെളിപ്പാട് കിട്ടി, ദൈവാത്മാവ് എന്നോട് കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയുമ്പോൾ മനസ്സിലാക്കണം, ഇത് വ്യാജ ആത്മാവാണ്, ഇത് അവരുടെ സ്വന്തം ആത്മാവാണ്, ഇത് ദൈവിക ഉപദേശമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ മുൻപത്തേലും ശക്തമായ ഒരു പ്രസ്താവനയാണ് അവിടെ ചെയ്യുന്നത്. 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. 3 പ്രത്യേക പദപ്രയോഗങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. പൗലോസ് പറയുന്ന മറ്റൊരേശു, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരേശു, വേറൊരാത്മാവ്, അഥവാ ഞങ്ങൾ പ്രാപിച്ചിട്ടില്ലാത്ത, നിങ്ങൾ പ്രാപിച്ചിട്ടില്ലാത്ത വേറൊരാത്മാവ്. അടുത്ത് പറയുന്നത് വേറൊരു സുവിശേഷം. മറ്റൊരേശു, വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം. അഥവാ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച യേശുവിനെയല്ല ഇന്ന് ഈ കൃപയുടെ സുവിശേഷന്മാർ പ്രസംഗിക്കുന്ന യേശു. ഇന്ന് നാം കേൾക്കുന്ന പല പ്രസംഗങ്ങളിലും കേൾക്കുന്ന ഒരു യേശുവുണ്ട്, സൈക്കിളെ വന്നാൽ കാറ് കൊടുക്കുന്ന യേശു. പേഴ്സ് പോലും ഇല്ലാതെ വന്നവന് ബാങ്കിൽ വലിയ അക്കൗണ്ട് തുടങ്ങുന്ന യേശു, മാളിക പണിയുന്ന യേശു. ഇങ്ങനെ ഭൗതിക സമൃദ്ധി നൽകുന്ന ഒരു യേശുവിനെയാണ് പല ആളുകളും പ്രസൻറ്റ് ചെയ്യുന്നത്. അതാ പൗലോസ് പറയുന്നത് വേറൊരു യേശു. അടുത്ത് പറയുന്നത് വേറൊരു ആത്മാവ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല, അവരുടെ സ്വന്തം ആത്മാവോ വ്യാജ ആത്മാവോ നൽകുന്ന കാര്യങ്ങൾ അവർ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ പറയുകയാണ്. ഈ സുവിശേഷത്തെ പൗലോസ് വിളിക്കുന്നത് ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്ത വേറൊരു സുവിശേഷമെന്നാണ്. അത് കൊരിന്ത്യയിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നത്, ഇത് നിങ്ങൾ പൊറുക്കുന്നതാണ് എനിക്ക് ആശ്ചര്യമെന്നാണ് പറയുന്നത്. പല ആളുകളും ഇതൊക്കെ കേൾക്കുമ്പോൾ സാരമില്ല, അവർ പ്രസംഗിക്കട്ടെ, നമുക്കെന്തോ വേണം. പക്ഷെ പൗലോസ് പറയുന്നതല്ല, നിങ്ങളിത് പൊറുക്കാൻ പാടില്ല. യൂദാ പറഞ്ഞു നിങ്ങളിതിനെതിരെ പൊരുതണം. പൗലോസ് പറഞ്ഞു നിങ്ങളിത് പൊറുക്കാൻ പാടില്ല. വേറൊരു യേശുവിനെയും വേറൊരു ആത്മാവിനെയും വേറൊരു സുവിശേഷത്തെയും പ്രസംഗിക്കുമ്പോൾ അതിനെ ശക്തിയോടെ എതിർക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പ്രധാനപ്പെട്ട അടുത്ത കാലത്ത്
പ്രചരിച്ച ദുരുപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് സമൃദ്ധിയുടെ സുവിശേഷം. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് അത് വിടുകയാണ്. മറ്റ് ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ഒരു 10-15 വർഷമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രതിഭാസങ്ങളാണ് ഊതിവീഴ്ത്ത്, ഉന്തിവീഴ്ത്ത്, വിശുദ്ധ ചിരി, വിശുദ്ധ കൊര, ഛർദിൽ, കാലിൻ്റെ നീളം നീട്ടുക, കൈയുടെ നീളം കൂട്ടുക, പുതിയ വെളിപ്പാടുകൾ. ഇതൊക്കെ കുറേ കാലമായിട്ട് ഇവിടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജച്ചരക്കാണ്. അതിൻ്റെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും ഒടുവിലായി കൃപയുടെ സുവിശേഷം എന്ന പേരിൽ ഇവിടെ ഇറങ്ങിയിട്ടുള്ള ദുരുപദേശം. എന്താണ് സുവിശേഷം? എന്താണ് കൃപ? സുവിശേഷം എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, ഗുഡ് ന്യൂസാണ്, സദ്വർത്തമാനമാണ്. എന്തോ ഈ സദ്വർത്തമാനം? ഈ സദ്വർത്തമാനം വേറെയൊന്നുമല്ല, പാപികളായ മനുഷ്യർക്ക് അവരുടെ യോഗ്യത നോക്കാതെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ലഭിക്കുന്ന രക്ഷയുടെ സന്ദേശമാണ് സുവിശേഷമെന്ന് പറയുന്നത്. സൗജന്യമായി ലഭിക്കുന്ന രക്ഷയുടെ ദൂതാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവെന്നുള്ള സന്ദേശമാണ് സുവിശേഷമെന്ന് പറയുന്നത്. എന്തോ കൃപ? കൃപയെന്ന് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്തത് ദൈവം നമ്മളോട് ദയ തോന്നി നമുക്ക് നൽകുന്ന ദാനമാണ് കൃപയെന്ന് പറയുന്നത്. എന്തുവായി കൃപ? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിച്ച രക്ഷാപദ്ധതിയുടെ വിളംബരമാണ് സുവിശേഷം എന്ന് പറയുന്നത്. കൃപയുടെ സുവിശേഷന്മാർ കൂടെ പറയുന്ന ഒരു വാചകമുണ്ട്: ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പൂർത്തീകരിച്ച പ്രവൃത്തിയിലാണ്. അതുതന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. എല്ലാ വേർപെട്ട സമൂഹക്കാരും പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയെക്കുറിച്ച് തന്നെയാണ്. രക്ഷയ്ക്ക് ആവശ്യമുള്ളതെല്ലാം യേശു കർത്താവ് കാൽവറി ക്രൂശിൽ നിവർത്തിച്ച് കഴിഞ്ഞുവെന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. യേശു പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, സകലവും നിവർത്തിയായി. ഇനി മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണമെന്ന് ഞങ്ങളാരും പ്രസംഗിക്കുന്നില്ല. യേശുക്രിസ്തു ചെയ്തതിൽ എന്തോ കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നോ ബാക്കി നമ്മൾ പൂരിപ്പിക്കണമെന്നോ ഞങ്ങളാരും പ്രസംഗിക്കുന്നില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശു പൂർത്തീകരിച്ച പദ്ധതിയെക്കുറിച്ച് തന്നെയാണ്. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമുള്ളതെല്ലാം യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചു കഴിഞ്ഞുവെന്നും ഏതൊരു പാപിക്കും വിശ്വാസത്താൽ ഈ രക്ഷ പ്രാപിക്കാമെന്ന് എന്നും തന്നെയാണ് ഞങ്ങളും പ്രസംഗിക്കുന്നത്. ഈ കൃപയുടെ സുവിശേഷകന്മാർ മാത്രമല്ല യേശുക്രിസ്തുവിൻ്റെ പൂർത്തീകരിച്ച പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നത്. ഞങ്ങളെല്ലാവരും അത് വിശ്വസിക്കുന്നവരും അത് പ്രസംഗിക്കുന്നവരുമാണ്. പിന്നെ ഇവർക്കെന്തോ ഈ പ്രത്യേകതയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൃപയുടെ സുവിശേഷകന്മാർ കൃപയുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നത് വേറെ ഏതോ സുവിശേഷമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. ഇവർ പറയും ഞങ്ങൾ പ്രസംഗിക്കുന്ന കൃപയുടെ സുവിശേഷമാണ്. കൃപയുടെ സുവിശേഷം എന്നും പറഞ്ഞൊരു സുവിശേഷം വേദപുസ്തകത്തിലുണ്ടോ? സുവിശേഷത്തിന് വേദപുസ്തകത്തിൽ നൽകിയിട്ടുള്ള പല പദപ്രയോഗങ്ങളുണ്ട്. പൗലോസ് പറയുന്ന പദങ്ങൾ തന്നെ ഞാൻ ഓർപ്പിക്കാം. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ദൈവകൃപയുടെ സുവിശേഷമെന്നാണ് പറയുന്നത്. അവിടെ സുവിശേഷത്തിന് കൊടുത്തിരിക്കുന്ന പേര് ദൈവകൃപയുടെ സുവിശേഷമെന്നാണ്. എന്നാൽ റോമാലേഖനം 15-ാം അധ്യായം 19-ാം വാക്യത്തിലും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം പുസ്തകം 9-ാം അധ്യായം 12-ാം വാക്യത്തിലും പൗലോസ് പറയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷമെന്നാണ്. ഇത് തമ്മിൽ എന്തോ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. രണ്ടും രണ്ട് പേരാണ്. എന്നാൽ റോമാലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് പുത്രനെക്കുറിച്ചുള്ള സുവിശേഷമെന്നാണ്. റോമാലേഖനം 2-ന്റെ 16-ൽ പൗലോസ് പറയുന്നത്
എൻ്റെ സുവിശേഷമെന്നാണ്. എഫേസ് ലേഖനം 1:6 പറയുന്നത് രക്ഷയുടെ സുവിശേഷമെന്നാണ്. അപ്പോൾ പൗലോസ് തന്നെ ഉപയോഗിച്ചിട്ടുള്ള 6 പ്രയോഗങ്ങൾ ഞാൻ പറഞ്ഞു. കൃപയുടെ സുവിശേഷമെന്ന് മാത്രമല്ല പൗലോസ് പറഞ്ഞത്, ഈ കൃപയുടെ സുവിശേഷത്തെ തന്നെ ക്രിസ്തുവിൻ്റെ സുവിശേഷമെന്നും പുത്രനെക്കുറിച്ചുള്ള സുവിശേഷമെന്നും എൻ്റെ സുവിശേഷമെന്നും രക്ഷയുടെ സുവിശേഷമെന്നും പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ ഏതോ പ്രത്യേകതയുള്ള സുവിശേഷം പ്രചരിപ്പിക്കുന്നവരാണെന്നും മറ്റുള്ളവരെല്ലാം സുവിശേഷമല്ലാത്ത എന്തോ ആണ് പ്രസംഗിക്കുന്നതെന്നും ഒരു തോന്നലുണ്ടാകും. അത് തെറ്റായ ധാരണയാണ്. എന്നാൽ ഈ പേരുകളിൽ ഒന്നും ഉൾപ്പെടാത്ത വേറൊരു സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് വേറൊരു സുവിശേഷമെന്നാണ്. പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിന് വിപരീതമായി വേറൊരു സുവിശേഷം എന്ന പേരിൽ ഒരു സുവിശേഷം പൗലോസ് പറയുന്നുണ്ട്. വളരെ വിനയത്തോട് കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്നവരോടുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടും പറയട്ടെ, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ പ്രസംഗിക്കുന്നത് കൃപയുടെ സുവിശേഷമല്ല, പൗലോസ് പറഞ്ഞ വേറൊരു സുവിശേഷമാണ്. അതിനെക്കുറിച്ച് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ പ്രസംഗിക്കാത്ത ഈ വേറെ ഒരു സുവിശേഷം ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ ഇറങ്ങി വന്ന് നിങ്ങളോട് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് പൗലോസ് പറഞ്ഞത്. അഥവാ കൃപയുടെ സുവിശേഷം എന്ന പേരിൽ കർത്താവ് പറഞ്ഞിട്ടില്ലാത്തതും അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടില്ലാത്തതും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കൃപയുടെ സുവിശേഷകന്മാർ പ്രചരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സുവിശേഷമല്ല, വേറൊരു സുവിശേഷമാണ്. അത് പ്രചരിപ്പിക്കുന്നവരാരായിരുന്നാലും എനിക്ക് അവരോടുള്ള ബഹുമാനത്തോടുകൂടെ ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. ദൈവസഭയിൽ പൗലോസ് പ്രസംഗിക്കാത്ത വേറൊരു സുവിശേഷം പൗലോസിൻ്റെ പേര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നിങ്ങൾ മാനസാന്തരപ്പെടട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇനി ഇവർ പ്രചരിപ്പിക്കുന്ന സുവിശേഷത്തിൻ്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത്, ഇവർ പറയുന്നത് ഞങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങളാണ് ഞങ്ങളുടെ ഉപദേശത്തിന് ആധാരമാക്കുന്നതെന്നാണ്. അഥവാ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾക്ക് ഇവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. അഥവാ സഭയുണ്ടാകുന്നതിന് മുൻപ് എഴുതിയ പഴയ നിയമത്തിലോ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ സഭ ഉടലെടുക്കുന്നതിന് മുൻപ് എഴുതിയ സുവിശേഷത്തിലോ പറയുന്ന കാര്യങ്ങളൊന്നും സഭയുടെ ഉപദേശമായിട്ട് ഇവരെ കണക്കാക്കുന്നില്ല. യേശു പറഞ്ഞ വാക്കുകൾ പോലും ഇവർ വില കൽപ്പിക്കാതെ പുറന്തള്ളുകയാണ്. പഴയ നിയമം ആവശ്യമില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്. പൗലോസിൻ്റെ ലേഖനങ്ങൾ മാത്രമാണ് സഭയ്ക്ക് കിട്ടിയിട്ടുള്ള ഉപദേശമെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിന് മറുപടി ഞാൻ പറയുന്നില്ല, പൗലോസ് തന്നെ പറയുന്ന മറുപടി പറയാം. പൗലോസിൻ്റെ ലേഖനം മാത്രമാണോ ദൈവനിശ്വാസ്യമായിട്ടുള്ളത്? മറ്റ് തിരുവെഴുത്തുകൾക്കൊന്നും അംഗീകാരമില്ലയോ? മറ്റ് തിരുവെഴുത്തുകൾക്കൊന്നും പ്രസക്തിയില്ലയോ? പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് തന്നെ പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവരാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഇവിടെ പൗലോസ് തന്നെ പറയുന്നു, എല്ലാ തിരുവെഴുത്തും ഉപദേശത്തിന് പ്രയോജനമുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പൗലോസ് പറഞ്ഞത് മാത്രമേ ഉപദേശമാകുന്നത്? ഇവിടെ പൗലോസ് തന്നെ പറയുന്നല്ലോ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്, അതെല്ലാം ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് പൗലോസ് പറയും. ഇനി യേശു പറഞ്ഞ കാര്യങ്ങളൊന്നും സഭയ്ക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്നവരോട് പറയട്ടെ, യേശുവിൻ്റെ വാക്കുകൾ തന്നെ പറയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 33-ാം വാക്യം,
മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം. ഈ 2 വാക്യങ്ങളിലും കാണുന്നത് യേശു പറഞ്ഞ വാചകമാണ്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വാക്കുകൾക്ക് ഇന്ന് പ്രാധാന്യമില്ലെന്ന് പറയാൻ നിങ്ങൾക്കെന്താ അവകാശം? യേശു പഠിപ്പിച്ച പഠിപ്പിക്കലുകൾ സഭയ്ക്ക് ബാധകമല്ലെന്ന് പറയാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും? യേശു തന്നെ പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങളെ ഒഴിഞ്ഞു പോകുകയില്ല എന്നേ പറയുന്നു. പഴയ നിയമം നമുക്ക് ബാധകമല്ല എന്ന് ഇവർ പറയുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിൽ ധാർമ്മിക നിയമങ്ങളുമുണ്ട്, അനുഷ്ഠാന നിയമങ്ങളുമുണ്ട്. ധാർമ്മിക നിയമം എന്ന് പറയുന്നത് മോറൽ ലോസ്, അനുഷ്ഠാന നിയമം എന്ന് പറയുന്നത് സെറിമോണിയൽ ലോയാണ്. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ സെറിമോണിയൽ ലോയ് ഇന്ന് നമുക്ക് ആപ്ലിക്കബിൾ അല്ല, അത് സമ്മതിക്കാം. പക്ഷേ പഴയ നിയമത്തിലെ ധാർമ്മിക നിയമങ്ങൾ ഒന്നും നീങ്ങിപ്പോയിട്ടില്ല. പഴയ നിയമം ആവശ്യമില്ല എന്ന് പറയുന്നവർ പഴയ നിയമത്തിലെ ധാർമ്മിക നിയമങ്ങളും ആവശ്യമില്ലെന്നാണ് പറയുന്നത്. പഴയ നിയമത്തിൽ ആവശ്യമില്ലാത്തത് എന്തെന്ന് ചോദിച്ചാൽ അനുഷ്ഠാന നിയമങ്ങൾ ആവശ്യമില്ല, സെറിമോണിയൽ ലോസ് ആവശ്യമില്ല. കാരണം ഈ സെറിമോണിയൽസ് എല്ലാം വരുവാനുള്ള നന്മയുടെ നിഴലായിരുന്നു. അതിൻ്റെ എല്ലാം പൊരുൾ വന്നു കഴിഞ്ഞതുകൊണ്ട് ഇനി നിഴൽ നമ്മൾ പിന്തുടരേണ്ട ആവശ്യമില്ല. പക്ഷെ പഴയ നിയമത്തിലെ ധാർമ്മിക നിയമങ്ങൾ നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്നവർ ദൈവവചനത്തെ നിഷേധിക്കുകയാണ്. ഉദാഹരണത്തിന് പഴയ നിയമം പറയുന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന്. എന്നാൽ പുതിയ നിയമം അത് കുറച്ചുകൂടെ കർക്കശമാക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിയമത്തിലെ ആ നിയമത്തെ നീക്കം ചെയ്യുകയല്ല പുതിയ നിയമം ചെയ്യുന്നത്. പഴയ നിയമം വ്യഭിചാരം ചെയ്യരുതെന്നേ പറയുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമം പറയുന്നത് ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്തിരിക്കുന്നു. അപ്പോൾ പഴയ നിയമം വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുമ്പോൾ പുതിയ നിയമം പറയുന്നത് മോഹിക്കാൻ വേണ്ടി നോക്കുക പോലും ചെയ്യരുത്. അപ്പോൾ പഴയ നിയമം നമുക്ക് ബാധകമല്ലെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. ധാർമ്മിക നിയമങ്ങൾ നമുക്ക് ബാധകമല്ല എന്ന് പറയുന്നവർ ചെയ്യുന്നത് പാപം ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുകയാണ്. എന്നാൽ പഴയ നിയമത്തിലെ പരിച്ഛേദന, ശബത്ത്, യാഗങ്ങൾ, ഉത്സവങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അവയെല്ലാം നിഴലായിരുന്നു, അവയുടെ എല്ലാം പൊരുള വന്നു കഴിഞ്ഞു. പഴയ നിയമം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവിടെയും ഞാൻ പൗലോസിൻ്റെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കാം. പഴയ നിയമത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പൗലോസ് നമ്മളോട് പറയട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. പഴയ നിയമ ഇസ്രായേലിൻ്റെ മരുഭൂയാത്രയെക്കുറിച്ച് പറഞ്ഞിട്ട്, അവരുടെ പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, അവരുടെ പരാജയത്തെക്കുറിച്ച് പറഞ്ഞിട്ട്, മരുഭൂമിയിലെ സഭയ്ക്ക് വന്ന വീഴ്ചകൾ പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു, ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചതാണ്. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ അത് എഴുതി നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഭവിച്ചത് നമുക്ക് ഭവിക്കാതിരിക്കേണ്ടതിന് നമ്മളത് വായിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. 1 കൊരിന്ത്യർ 10:11 ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അപ്പോൾ പഴയ നിയമം മുഴുവൻ നമുക്ക് തന്നിട്ടുള്ളത് ബുദ്ധിയുപദേശത്തിനാണ്. ഗലാത്യ ലേഖനം 3:24 പറയുന്നു, നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പം ന്യായപ്രമാണം എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തും. എന്നാൽ ന്യായപ്രമാണം കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുന്നില്ല എന്നും നമ്മൾ മനസ്സിലാക്കും. അടുത്ത ന്യായപ്രമാണം ചെയ്യുന്നത് നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തുകയും നമ്മുടെ പാപങ്ങൾ പരിഹരിപ്പാൻ ന്യായപ്രമാണത്തിന് കഴിവില്ല എന്ന് തെളിയിക്കുകയും ചെയ്തിട്ട് അത് ക്രിസ്തുവിങ്കിലേക്ക് നമ്മെ നയിക്കുകയാണ് ന്യായപ്രമാണം ചെയ്യുന്നത്. ക്രിസ്തുവിങ്കിലേക്ക് നമ്മളെ തിരിക്കുന്ന
ശിശുപാലകന്മാരാണ് ന്യായപ്രമാണം. അത് പാപത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമാക്കുകയും യേശുക്രിസ്തുവിലൂടെയുള്ള പാപപരിഹാരത്തെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരികയും ചെയ്യുകയാണ് ചെയ്യുന്നത്. കൃപയുടെ സുവിശേഷകർ അകപ്പെട്ടിരിക്കുന്ന വലിയൊരു അപകടം, കൃപയാൽ രക്ഷിക്കപ്പെട്ട നമുക്കെന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് അവർ പഠിപ്പിക്കുന്നില്ല. അവർ പറയുന്നത് ഞാൻ കൃപയിലാണ്, ക്രിസ്തുവാണ് എല്ലാം ചെയ്യുന്നത്, അതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറയുമ്പോൾ സ്വന്തം ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാതെ വരും. നമ്മൾ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടതെന്നുള്ളത് സത്യമാണ്, ആ കൃപ സൗജന്യമാണെന്നും ഉള്ളത് സത്യമാണ്. പക്ഷേ സൗജന്യമായി ലഭിച്ച കൃപയാണെങ്കിലും നമ്മൾ നമ്മുടെ രക്ഷയെ, നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ചില വേദവാക്യങ്ങൾ പെട്ടെന്ന് ഞാൻ ഉദ്ധരിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. അപ്പോൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരായ ആളുകൾ ഞാൻ ഇന്ന വർഷം ഇത്രാം തീയതി രക്ഷിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ, വീമ്പിളക്കി നടക്കുന്നതിൽ കാര്യമില്ല. ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പരീക്ഷിക്കണമെന്ന് ഞാനല്ല, പൗലോസാ പറയുന്നു. നിങ്ങളിപ്പോഴും വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ എന്ന് പൗലോസ് പറയുന്നു. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കൊലോസ്യ ലേഖനം 1:23, നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്ന് കൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപിൽ നിൽക്കും. 2 കാര്യങ്ങൾ. 1, നിങ്ങൾ ഇളകാതെ നിൽക്കണം. 2, വിശ്വാസത്തിൽ നിലനിൽക്കണം. ഇതാരുടെ ഉത്തരവാദിത്വമാണ്? ഇത് ക്രിസ്തു ചെയ്തോളുമെന്ന് പറഞ്ഞ് നമുക്കിരിക്കാനൊക്കുമോ? നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പൗലോസ് പറയുകയാണ്. നമ്മൾ ഇളകാതിരിക്കണം, വിശ്വാസത്തിൽ നിലനിന്നാൽ അവൻ്റെ മുൻപിൽ നിൽക്കും. അത് നമ്മുടെ ഉത്തരവാദിത്വത്തെ ബോധ്യപ്പെടുത്തുന്നു. എബ്രായ ലേഖനം 3-ാം അധ്യായം 12-14 വാക്യങ്ങൾ, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലാക്കുന്നത്? രക്ഷിക്കപ്പെട്ട ഒരാളിന് ജീവിതം സൂക്ഷിച്ചില്ലെങ്കിൽ അവന് തന്നെ ദൈവത്തെ ത്യജിച്ച് കളയാൻ പറ്റുമെന്നാണ് അത് പറയുന്നത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവേൻ. 14-ാം വാക്യം, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. അവിടെ നമ്മുടെ ഉത്തരവാദിത്വമല്ലേ പറയുന്നത്? ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക. ആര് മുറുകെ പിടിക്കണമെന്നാ? നമ്മൾ മുറുകെ പിടിക്കണമെന്നാ. കർത്താവ് സൂക്ഷിച്ചോളുമെന്നല്ല പറയുന്നത്. നമ്മളുടെ വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നമ്മൾ മാറുകയാണ്. റോമാലേഖനം 6:13, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്, നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. അവിടെ നമ്മുടെ സ്വാതന്ത്ര്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അവയവങ്ങളെ, നമ്മുടെ ശരീരത്തെ പാപത്തിൻ്റെ അവയവങ്ങൾ, ആയുധങ്ങളായി നമുക്ക് സമർപ്പിക്കാം. എന്നാൽ അതരുത്. അപ്പോൾ അരുത്, ആ സമർപ്പണം അരുത്. പിന്നെ എന്തു വേണം? ദൈവത്തിന് സമർപ്പിക്കണം നിങ്ങളെ തന്നെ. അതാരുടെ ഉത്തരവാദിത്വമാണ്? അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം പുസ്തകം 9:27, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. ഇതാര് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു? പൗലോസ് തന്നെ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു. അപ്പോൾ പൗലോസ് അവിടെ ഒരു സാധ്യത പറയുകയാണ്. ഞാൻ ഈ പ്രസംഗിച്ച നല്ല കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എന്തു ചെയ്യണം? എൻ്റെ ശരീരത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജഡത്തിൻ്റെ മോഹങ്ങളെ ഞാൻ ദിവസേന മരിപ്പിക്കണം. അഥവാ ഒരു ദൈവ പൈതൽ കൃപയാൽ രക്ഷിക്കപ്പെട്ടെങ്കിലും ആ കൃപയിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി അവൻ ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യം അവർ പ്രസംഗിക്കുന്നത്, കൃപയിൽ നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ കൃപയിൽ നിന്ന് വീണു പോവുകയല്ല, കൃപയിലേക്ക് വീഴുകയാണെന്ന് അവർ പറയുന്നു. അപ്പം നമ്മൾ വീണാലും കൃപയിലോട്ടാണ് വീഴുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് ചുരുക്കം. എന്നാൽ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു,
ഒരാൾക്ക് കൃപയിൽ നിന്ന് വീഴാൻ സാധ്യതയുണ്ട്. ആ വാക്ക് തന്നെയാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കൃപയുടെ സുവിശേഷം പ്രസംഗിക്കുന്ന മാന്യ സഹോദരന്മാരോട് ചോദിക്കട്ടെ, ഈ വാക്യം നിങ്ങൾ കണ്ടിട്ടില്ലയോ? കൃപയിലേക്ക് വീഴുന്നെന്നല്ല ഇവിടെ പറയുന്നത്, കൃപയിൽ നിന്ന് വീണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് കൃപയിൽ നിന്ന് വീണു പോകാൻ സാധ്യതയുണ്ട്. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 6:21, ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. അവർ കൃപയിലേക്ക് വീണെന്നല്ല പറയുന്നത്, അവർ വിശ്വാസം വിട്ട്, ദുരുപദേശം സ്വീകരിച്ചവർ വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു, തെറ്റിലേക്ക് വീണിരിക്കുന്നു, തെറ്റിലകപ്പെട്ടിരിക്കുന്നു. അത് കൃപയിലേക്കല്ല വീണത്, കൃപയിൽ നിന്നാണ് വീണത്. ഹ്യുമെനിയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി. അപ്പോൾ ഒരിക്കൽ സത്യം അറിഞ്ഞാൽ എന്നും ആ സത്യത്തിൽ നിലനിൽക്കണമെന്ന ഇല്ല, ആ സത്യത്തിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പുനരുത്ഥാനം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു. ഈ വാക്യങ്ങളെല്ലാം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് കൃപയിൽ നിന്നൊരാൾ വീണു പോകാൻ സാധ്യതയുണ്ടെന്നാണ്. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 2:12, നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. അപ്പോൾ വീഴത്തില്ലെന്നാണോ അതിൻ്റെ അർത്ഥം? രക്ഷിക്കപ്പെട്ട ഒരാളിന് ദൈവത്തെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ തള്ളിപ്പറഞ്ഞാൽ ദൈവം നമ്മളെയും തള്ളിപ്പറയുമെന്ന് വ്യക്തമാണ്. യാക്കോബിൻ്റെ ലേഖനം 5:19, നിങ്ങളിൽ ഒരുവൻ സത്യം വിട്ടു പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താലെന്ന് പറയുന്നു. അപ്പോൾ യാക്കോബ് പറയുന്നു സത്യം വിട്ടു പോകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല സത്യം വിട്ടു പോകുന്നവനെ തിരികെ കൊണ്ടുവരുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ വായിച്ച വാക്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത്, ഒരിക്കൽ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരാൾ അവൻ്റെ ജീവിതം സൂക്ഷിക്കുന്നില്ലെങ്കിൽ, അവൻ്റെ ഉപദേശം സൂക്ഷിക്കുന്നില്ലെങ്കിൽ, അവൻ കൃപയിൽ നിന്ന് വീണു പോകുമെന്നാണ്. വിശ്വാസം വിട്ട് തെറ്റിപ്പോകുമെന്നാണ്. സത്യം വിട്ട് തെറ്റിപ്പോകുമെന്നാണ്. ഒരുവൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ ക്രിസ്തു നമ്മളെയും തള്ളിപ്പറയുമെന്നാണ്. സത്യം വിട്ടുപോകാനും തിരിച്ചു വരാനും സാധ്യതയുണ്ടെന്നാണ് ഈ വേദഭാഗങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു അബദ്ധം ഇവർ പഠിപ്പിക്കുന്നത്, വിശ്വാസികൾ അവരുടെ പാപങ്ങൾ ഏറ്റുപറയേണ്ട ആവശ്യമില്ലെന്നാണ്. അങ്ങനെ പറയാനുള്ള കാരണം, നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, നാം ദൈവമക്കളായി തീർന്നു കഴിയുമ്പോൾ ദൈവം നമ്മെ ക്രിസ്തുവിലൂടെയാണ് കാണുന്നത്. ക്രിസ്തു നമ്മുടെ ചെയ്തു പോയ പാപങ്ങൾക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്കും ഇനി ചെയ്യാനിരിക്കുന്ന പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്ന് ഇവർ പറയുന്നു. നമ്മുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ പാപങ്ങൾ ദൈവം ക്ഷമിച്ചിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്തു നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങൾക്ക് വേണ്ടിയും ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷേ ഇനി നമ്മൾ ചെയ്യാനിരിക്കുന്ന പാപത്തിന് വേണ്ടിയും ഇനി ജനിക്കാനിരിക്കുന്നവർ ചെയ്യാനുള്ള പാപത്തിന് വേണ്ടിയും ക്രിസ്തു മരിച്ചു എന്നതുകൊണ്ട് അവരുടെ എല്ലാം പാപം ക്ഷമിച്ചു കിട്ടിയെന്നതുകൊണ്ട് അർത്ഥമില്ല. പാപങ്ങൾ ഏറ്റുപറയുമ്പോഴാണ് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത്. നമ്മുടെ പാപത്തിന് വേണ്ടി ക്രിസ്തു മരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ലല്ലോ. അത് സ്വീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പാപം തള്ളിക്കളയേണ്ടതും പാപത്തെ ഏറ്റുപറയേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. എൻ്റെ അഭിപ്രായം പറയുന്നില്ല, വിശുദ്ധ തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്ന് നോക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. നേരത്തെ തന്നെ പറയട്ടെ, ഇവർ പറയുന്നത്, ഞാൻ പറയാൻ പോകുന്ന വാക്യം വിശ്വാസികളോടല്ല പറഞ്ഞിരിക്കുന്നത്, അവിശ്വാസികളോടാണെന്നാണ്. ആദ്യം തന്നെ അതിൻ്റെ ഖണ്ഡനം പറയാം. 2-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. വേദപുസ്തകം എഴുതിയപ്പോൾ അതിന് അധ്യായങ്ങളും വാക്യങ്ങളും തിരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മളാണ് അധ്യായങ്ങളും വാക്യങ്ങളും തിരിച്ചത്. അപ്പോൾ 2-ന്റെ 1-ൽ പറയുന്ന കുഞ്ഞുങ്ങളെ
എന്ന് വിളിച്ചിരിക്കുന്നത് വിശ്വാസികളായതുകൊണ്ട് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വിശ്വാസികളോട് തന്നെയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം മുഴുവൻ വിശ്വാസികളോടുള്ള ദൂതാണ്. അപ്പോൾ വിശ്വാസികളോട് യോഹന്നാൻ പറയുകയാണ്, 1 യോഹന്നാൻ 1:9, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനുമാകുന്നു. അതിൻ്റെ 7-8 വാക്യങ്ങളിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ യോഹന്നാൻ പറയുകയാണ്, ശുദ്ധീകരിക്കുമെന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ കണ്ടീഷൻ എന്തുവാണ്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ. പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചതിൻ്റെ അർത്ഥം എന്താണ്? പാപങ്ങളെ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ ക്ഷമിക്കത്തില്ലെന്നാണ് സ്പഷ്ടം. എത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമായത്. പിന്നെ എങ്ങനെ ഇവർ പറയുന്നത് നമ്മൾ പാപങ്ങളെ ഏറ്റുപറയേണ്ടെന്ന്? പോട്ടെ, വേദപുസ്തകത്തിൽ ഒരു വാക്യം എടുത്ത് ഒരു ഉപദേശം സമർത്ഥിക്കാൻ പറ്റുകയില്ലെന്ന് എനിക്കും അറിയാം. ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് ഒരു ഉപദേശവും നമ്മൾ സ്ഥാപിക്കുന്നില്ല. ഏത് വാക്യത്തിനും ഒരു ഇണവാക്യം ഉണ്ടായിരിക്കും. ഏറ്റുപറയണമെന്നുള്ളതിനും ഇണവാക്യമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. രോഗശാന്തി വരേണ്ടതിന് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. എത്ര വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണമെന്ന്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നാം ചെയ്തു പോയ കൊട്ടക്കണക്കിന് പാപങ്ങൾ ഓരോന്നായി ഏറ്റുപറയണമെന്ന് വേദപുസ്തകം പറയുന്നില്ല. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല. അറിയായ്മയുടെ കാലത്ത് ഒരു ജീവിതകാലം മുഴുവൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കത്തില്ല. അതെല്ലാം നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അത് മുഴുവൻ ദൈവം ക്ഷമിക്കുക മാത്രമല്ല മറന്നുകളയും ചെയ്യുന്നു. അവയെല്ലാം സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുന്നു. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്യുന്ന തെറ്റുകൾ അറിയാതെ സംഭവിച്ചു എന്ന് പറയരുത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ബോധ്യം തരുമ്പോൾ അത് ഏറ്റുപറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളത് നമ്മൾ വിട്ടുകളയരുത്. മറ്റൊരു ദുരുപദേശം ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നില്ലെന്നുള്ളതാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല. അത് ശരിയാണ്. അവിടെ പറയുന്ന ശിക്ഷാവിധി ഏതാ? അവിടെ പറയുന്ന ശിക്ഷാവിധി പാപത്തിൻ്റെ ശമ്പളമായ മരണം, ദൈവത്തിൽ നിന്ന് എന്നേക്കും വേർപെട്ടു പോകുന്ന അവസ്ഥ, അഥവാ നിത്യനരകമെന്ന ശിക്ഷ നമുക്കില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്യുന്ന ഒരു തെറ്റിനും നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് അതിനർത്ഥമില്ല. അതല്ല അവിടുത്തെ അർത്ഥം. അവർ പറയുന്നത് നമ്മുടെ പാപത്തെ ദൈവം കാണുന്നില്ലെന്നാണ്. കാരണം ദൈവം നമ്മെ കാണുന്നത് ക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ നീതിയായി കണക്കിട്ടതുകൊണ്ട് ദൈവം നമ്മളെ ക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ, ക്രിസ്തുവിലൂടെ നമ്മളെ കാണുമ്പോൾ പൂർണ്ണരായിട്ടാണ് ദൈവം നമ്മളെ കാണുന്നതെന്നും നമ്മുടെ തെറ്റുകളെയൊന്നും ദൈവം നോക്കുന്നില്ല, കാണുന്നില്ല എന്നുമാണ് ഇവർ പഠിപ്പിക്കുന്നത്. വേദപുസ്തകം എന്തു പറയുന്നു ഈ കൃപയെക്കുറിച്ച്? തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം കൃപയെക്കുറിച്ച് പറയുകയാണ്, അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അതെന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? മുകളിൽ പറഞ്ഞിരിക്കുന്ന സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ കൃപ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, തെറ്റ് ചെയ്യുമ്പോൾ മടങ്ങി വരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നതും ദൈവകൃപയാണ്. കൃപ രക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, കൃപ നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ദൈവവചനം പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 11-ാം അധ്യായം 32-ാം വാക്യം അവിടെ കർത്തൃമേശയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അയോഗ്യമായി കർത്തൃമേശ അനുഷ്ഠിക്കുന്നവരെക്കുറിച്ച് പറയുന്നു. കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. വീണ്ടും പറയുന്നു, ഇത് നിമിത്തം നിങ്ങളിൽ പലരും ബലഹീനരാണ്, പലരും രോഗികളാകുന്നു, പലരും നിദ്ര കൊള്ളുന്നു. ഒരു ശിക്ഷയുമില്ല, പിന്നെങ്ങനെ പലരും രോഗിയായത് അനുഗ്രഹമാണോ?
പലരും ബലഹീനരായത് അനുഗ്രഹമാണോ? പലരും മരിച്ചുപോയത് അനുഗ്രഹമാണോ? അല്ല, അത് ശിക്ഷയായി. ഇതെല്ലാം ബാലശിക്ഷയാണ്. ഇവിടെ കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നത് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മുടെ തെറ്റിനെക്കുറിച്ച് നമുക്ക് ബോധ്യമാകുമ്പോൾ നമ്മൾ ആ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറയണം. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം. അതെപ്പോഴും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമുക്ക് ബോധ്യപ്പെടുത്തും. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ആ തെറ്റിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ പരിഹാരമായ ക്രിസ്തുവിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. തെറ്റ് ചെയ്യുന്നതിന് ശിക്ഷിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ 1 കൊരിന്ത്യർ 5-ാം അധ്യായം 1 മുതൽ 6 വരെ സഭയിലെ ദുർനടപ്പുകാരനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ എന്തിനാണ് പൗലോസ് പറഞ്ഞത്? ക്രിസ്തുവിലൂടെ അവനെ കണ്ടാൽ പോരായോ? ക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ അവൻ പരിപൂർണനാണല്ലോ. ക്രിസ്തുവിൻ്റെ നീതീകരണത്തിലൂടെ അവനെ കണ്ടാൽ പോരായോ? ഒരുവൻ അവൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നത് നിങ്ങൾ സഹിക്കുന്നല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. അവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണമെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ അത് ശിക്ഷയല്ലയോ? 1 കൊരിന്ത്യർ 11:30 നമ്മൾ മുമ്പേ വായിച്ചു. ഇനി വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സഭകളോടുള്ള ദൂത് പറയുമ്പോൾ സഭകളോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടാഞ്ഞാലുള്ള ശിക്ഷയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 2-3 അധ്യായങ്ങൾ മുഴുവൻ വായിച്ചു പഠിക്കണം. അവിടെ ഓരോ സഭയുടെയും നന്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവരുടെ തെറ്റിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ത് ശിക്ഷയുണ്ടെന്നും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് വെളിപ്പാട് പുസ്തകം 2:5 എഫെസോസിലെ സഭയോട് പറയുന്നു, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണുവെന്ന് മനസ്സിലാക്കി മടങ്ങി വരണമെന്ന് പറഞ്ഞിട്ട് പറയുന്നത്, നീ മടങ്ങി വന്നിരുന്നില്ല എങ്കിൽ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കും. അത് ശിക്ഷയല്ലയോ? ദൈവം നമ്മുടെ തെറ്റുകളെ കാണുന്നില്ലെങ്കിൽ നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ടെന്ന് എന്തിനാണ് പറഞ്ഞത്? അപ്പോൾ നമ്മുടെ തെറ്റ് ദൈവം കാണുന്നുണ്ട്, അതിന് ശിക്ഷയുമുണ്ട്. വെളിപ്പാട് പുസ്തകം 3:16 ലവോദിക്യ സഭയെക്കുറിച്ച് പറയുന്നു, നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും എന്ന് പറഞ്ഞാൽ ശിക്ഷയില്ലയോ? എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയുമെന്നാണ് പറയുന്നത്. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണ് കളയും. മാത്രമല്ല അവർ പറയുന്നു, ദൈവം നമ്മെ നോക്കുമ്പോൾ എല്ലാം ക്രിസ്തുവിലൂടെ കാണുന്നത്. ക്രിസ്തുവിലൂടെ കാണുന്നതെങ്കിൽ അടുത്ത് പറയുന്ന വാചകം ശ്രദ്ധിക്കുക, നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമാകുന്നു. ക്രിസ്തുവിലൂടെ കണ്ടുകൊണ്ട് പറയണമായിരുന്നു, ലവോദിക്യ സഭയോട് പറയണമായിരുന്നു, സഭയെ നീ സുന്ദരിയായിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. ക്രിസ്തുവിലൂടെ അല്ലേ കാണുന്നത്? തെറ്റൊന്നും കാണണ്ടായല്ലോ. ആ പൂർണ്ണത കണ്ടുകൊണ്ട് പറയണം, നീ സുന്ദരിയാണെന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല കർത്താവ് പറയുന്നത്, നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനുമാണെന്നാണ് പറയുന്നത്. അഥവാ ദൈവം നമ്മുടെ തെറ്റുകളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് സാധുക്കളായ ആളുകൾക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുക നിങ്ങൾ ചെയ്യുന്നത്. ദൈവം നമ്മുടെ പാപങ്ങളെ കാണുന്നുണ്ട്, ദൈവം നമുക്ക് ശിക്ഷ അതാത് സമയത്ത് തരുന്നുണ്ട്. അത് നമ്മളെ ഉപദ്രവിക്കാനല്ല, നമ്മുടെ ദോഷത്തിനായിട്ടല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും നമ്മൾ ഉത്തരവാദികളാണ്. അത് നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ബാലശിക്ഷ തന്ന് നമ്മുടെ തെറ്റിനെക്കുറിച്ച് ദൈവം ഉണർത്തിച്ച് നമ്മെ മടക്കി വരുത്തുവാൻ ദൈവം ചെയ്യുന്നൊരു ഉപാധിയാണ് ബാലശിക്ഷ എന്നുള്ളത്. ഒരിക്കലും മറന്നു കളയരുത്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ അപ്പൻ ശിക്ഷിക്കും. കുഞ്ഞുങ്ങളെ നിങ്ങൾ ബാലശിക്ഷ നിരസിക്കുകയും അരുത്. പിന്നെ എങ്ങനെ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നില്ലെന്ന് നിങ്ങൾ പറയാൻ പറ്റുന്നത്? ഏത് വേദപുസ്തകമാണ് നിങ്ങൾ വായിക്കുന്നത്? എവിടെ നിന്നാണ് ഉപദേശം നിങ്ങൾ കണ്ടുപിടിച്ചത്? മറ്റൊരു ദുരുപദേശം ഇവർ പറയുന്നത്, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവർ എന്നേക്കും രക്ഷിക്കപ്പെട്ടിരിക്കും. വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ്. ഇത് ഇവർ കൊണ്ടുവന്ന ഉപദേശമല്ല. പ്രസിദ്ധനായ തിയോളജനായ കാൽവിൻ്റെ ഉപദേശമാണിത്. കാൽവിൻ പഠിപ്പിക്കുന്നത്, രക്ഷിക്കപ്പെടുന്ന ആളുകളെല്ലാം ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ദൈവത്തിൻ്റെ മുന്നറിവിൽ രക്ഷയ്ക്കായി നിയമിച്ച ആളുകൾ മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ. അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾ ദൈവത്തിൻ്റെ മുൻ അറിവ് പ്രകാരം, മുൻ നിർണയപ്രകാരം രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവരായതുകൊണ്ട് അവരെന്നേക്കും രക്ഷിക്കപ്പെട്ടവരാണ്. അത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ആളുകൾ പിന്നീട് ഏതെങ്കിലും തെറ്റ് ചെയ്ത്
പിന്മാറിപ്പോകുവാനുള്ള സാധ്യത അവർ തള്ളിക്കളയുകയാണ്. ഇവർ പഠിപ്പിക്കുന്നത് നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട് ഇനി പാപം ചെയ്യുന്നില്ലെന്നാണ്. നമുക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല. അഥവാ ഒരുത്തൻ പാപം ചെയ്താൽ അങ്ങനെയുള്ളവൻ രക്ഷിക്കപ്പെട്ടവനായിരുന്നില്ല എന്ന് കാൽവിൻ പഠിപ്പിക്കുന്നു. കാൽവിൻ്റെ ഉപദേശമാണ് ഇവർ ഒരർത്ഥത്തിൽ പിൻപറ്റുന്നത്. അഥവാ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടയാൾ ജീവിതം സൂക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിത്യജീവൻ നമുക്ക് നൽകിയിരിക്കുകയായതുകൊണ്ട് നിത്യജീവനായതുകൊണ്ട് അത് നഷ്ടപ്പെടത്തില്ല. ഇത് കൃപയാൽ ദാനം കിട്ടിയതായതുകൊണ്ട് ആ ദാനം ദൈവം തിരിച്ചെടുക്കത്തില്ലെന്നും ഇവരെ പഠിപ്പിച്ച് ദൈവമക്കളെ തെറ്റിലേക്ക് നയിക്കുകയും അനേകരെ ദുരുപദേശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെയും വിശുദ്ധ തിരുവെഴുത്ത് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് മാത്രം നമുക്ക് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, എന്നാൽ സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിഷ്കളങ്കതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് കൊരിന്തിലെ സഭയോട് പറയുന്നു, 2-ാം വാക്യത്തിൽ 11:2 പറയുന്നു, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി സമർപ്പിക്കേണ്ടതിനെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പൗലോസ് പറയുന്നത് നിങ്ങളുടെ വിവാഹം നടന്നെന്നല്ല പറയുന്നത്, വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തിട്ടേ ഉള്ളൂ. വിവാഹം നടന്നിട്ടില്ല. എന്നാൽ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിലനിന്നില്ലെങ്കിൽ സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളെയും ചതിച്ചിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്കിങ്ങനെ ഒരു സന്ദേഹമുണ്ട്, എനിക്കിങ്ങനെ ഒരു സംശയമുണ്ടെന്നല്ല പൗലോസ് പറയുന്നത്, ഞാൻ ഭയപ്പെടുന്ന കാര്യമാണിത്. പൗലോസ് കൊരിന്തിലെ വിശ്വാസികളെക്കുറിച്ച് ഭയപ്പെട്ട് പറയുകയാണ്, അയ്യോ നിങ്ങൾ വഷളായി പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരാൾ ജീവിതം സൂക്ഷിച്ചില്ലെങ്കിൽ, പിശാചിൻ്റെ കെണിയിൽ അകപ്പെട്ടാൽ അവൻ വഷളനായി പോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വഷളായി പോകുന്ന ഒരാൾ വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ക്രിസ്തുവെന്ന ഏകപുരുഷന് വേണ്ടി നിർമ്മല കന്യകയായി വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടയാൾ ആ വിശ്വാസത്തിൽ തുടരുന്നില്ല എങ്കിൽ ക്രിസ്തുവിനെ വിട്ട് ഏകാഗ്രത വിട്ട് വഷളനായി പോകുവാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ഇനി എനിക്ക് എൻ്റെ ജീവിതം സൂക്ഷിക്കേണ്ട കാര്യമില്ല, ഞാൻ കുഞ്ഞാടിൻ്റെ കാന്തയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിവാഹം നിശ്ചയം നടന്നിട്ടേ ഉള്ളൂ, വിവാഹം നടന്നിട്ടില്ല എന്നോർക്കുക. എബ്രായ ലേഖനം 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും, ഇത് വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത്, അവിശ്വാസികളുടെ കാര്യമല്ല. പ്രകാശനം ലഭിച്ചവരാണ്, സ്വർഗീയദാനം ആസ്വദിച്ചവരാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്, ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, അപ്പോൾ പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചവർ എന്തിന് സാധ്യതയുണ്ട്? പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ നഷ്ടപ്പെട്ടു പോകുമെന്നല്ല പറയുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെക്കുറിച്ച് ദൈവം ബോധ്യം തരികയും അനുദപിക്കാൻ അവസരം തരികയും ചെയ്തിട്ടും തെറ്റ് തിരുത്താതെ ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ രക്ഷയിൽ നിന്ന് വീണു പോകുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു വാക്യം കൂടി അതോടുള്ള ബന്ധത്തിൽ നോക്കാം. എബ്രായർ 10:26-27 സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മനഃപൂർവ്വം പാപം ചെയ്താൽ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം പാപം ചെയ്തുകൊണ്ടേയിരുന്നാൽ, തെറ്റ് ചെയ്തു, ആ തെറ്റ് തെറ്റാണെന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി അനുദപിക്കുന്നില്ല, പിന്നെയും ആ തെറ്റ് ചെയ്യുക, പിന്നെയും ആ തെറ്റ് ചെയ്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അത് തെറ്റാണെന്നുള്ള ബോധ്യം പോലും നമുക്കില്ലാതെ വരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സദാകാലവും നമ്മളോട് വാദിക്കുകയില്ല. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ മനസാക്ഷി തഴമ്പിച്ചു പോയി, അവൻ്റെ തെറ്റിനെക്കുറിച്ചൊരു ബോധ്യമില്ലാതെ ആ തെറ്റ് ആവർത്തിച്ച്
ക്രിസ്തുവുമായുള്ള ബന്ധം തന്നെ വിച്ഛേദിച്ചു പോകാൻ സാധ്യതയുണ്ട്. പുറപ്പാട് പുസ്തകം 32-33 വായിക്കുന്നു. ഇതുവരെ വായിച്ചതെല്ലാം പുതിയ നിയമത്തിൽ നിന്നാണ്. പഴയ നിയമത്തിൽ നിന്ന് വാക്യം വായിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നൊരു ഉപദേശം സ്ഥാപിക്കാനല്ല, അതിൻ്റെ ഇണവാക്യം ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് കാണിക്കുന്നതുമാണ്. പുറപ്പാട് പുസ്തകം 32-33 വാക്യം, യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ച് കളയും. അപ്പോൾ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള ഒരാൾ പാപം ചെയ്യുക നിമിത്തം മായിച്ച് കളയാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളത് കൊണ്ട് എൻ്റെ രക്ഷ ഭദ്രമാണ്, ഇനി അത് മായിച്ച് കളയത്തില്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരെന്നും രക്ഷയിലാണ് എന്ന് പഠിപ്പിക്കുന്നവരോട് ചോദിക്കുന്നു, ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഇണവാക്യം വെളിപ്പാട് പുസ്തകം 3-6 വാക്യം, ജയിക്കുന്നവൻ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ച് കളയാതെ. ജയിക്കുന്നവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ച് കളയത്തില്ലെന്ന് ദൈവം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ സഹോദരന്മാരെ, സഹോദരിമാരെ? പരാജയപ്പെടുന്നവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ച് കളയും. പാപം ചെയ്യുന്നവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ച് കളയുമെന്ന് മോശയോട് ദൈവം അരുളി ചെയ്യുന്നു. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നു, ജയിക്കുന്നവൻ്റെ പേര് ഞാൻ മായിച്ച് കളയത്തില്ലെന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതം പരാജയപ്പെട്ടാൽ, മനഃപൂർവ്വം പാപം ചെയ്തുകൊണ്ടേയിരുന്നാൽ, പാപത്തെക്കുറിച്ച് ദൈവം ബോധ്യപ്പെടുത്തിയിട്ടും അനുതാപിക്കാതിരുന്നാൽ, ആ പാപത്തിൽ നിൻ്റെ മനസാക്ഷി തഴമ്പിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ ദൈവകൃപയിൽ നിന്ന് വീണുപോകും. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ സഹോദരന്മാർ പ്രചരിപ്പിക്കുന്ന ഈ ദുരുപദേശത്തിന് ചെവി കൊടുക്കാതെ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന സത്യോപദേശത്തിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയ സഹോദരന്മാരെ, ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിക്കാം. പൗലോസ് തരുന്ന ഒരു താക്കീത് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1 പുസ്തകം 10 അധ്യായം 12 വാക്യം, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. ഞാൻ നിൽക്കുന്നു, ഞാൻ കൃപയിലാണ്, ഞാൻ കൃപയിൽ നിൽക്കുകയാണ്, ഇനി എനിക്കൊരു അപകടവുമില്ല, ഇനി ഞാൻ വീഴത്തില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തോട് ജീവിക്കുവാനല്ല, ഓരോ ദിവസവും നമ്മെ കൃപയാൽ രക്ഷിച്ച ദൈവത്തോട് പറ്റി നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നുകൊണ്ട്, തെറ്റ് ചെയ്താൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, മനസാക്ഷി തഴമ്പിച്ചു പോകാതെ, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ഈ കൃപയിൽ നിലനിൽപ്പാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങ് കൃപയാൽ ഞങ്ങളെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം. അതിനുവേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ കർത്താവേ, എല്ലാം അങ്ങാണല്ലോ ചെയ്തത്. അങ്ങ് കാൽവറിയിൽ പൂർത്തീകരിച്ച രക്ഷയിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, കൃപയാൽ ഞങ്ങൾക്ക് സൗജന്യമായ രക്ഷ നൽകിയെങ്കിലും ഞങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധവാന്മാരായി ജീവിപ്പാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിൽക്കുന്നുവെന്ന് തോന്നുന്നു വീഴാതിരിക്കാൻ ഭയത്തോടെ ഞങ്ങളുടെ പ്രവാസകാലം കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദുരുപദേശം പ്രസംഗിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരോട് ഇടപെടണമേ. അവരുടെ ബുദ്ധിയെ ദൈവം പ്രകാശിപ്പിക്കുമാറാകണമേ. ദൈവകൃപയിലേക്ക് അവരെ മടക്കി വരുത്തണമേ. മഹത്വം പങ്കെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബെത്ലഹേം മിനിസ്ട്രീസ്, താമലാക്കൽ PO, ഹരിപ്പാട് 690549. ഫോൺ 0479 241 9821 960 552 1715.